കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ഏറ്റവും അധികം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഓഹരി കൈമാറ്റം തന്നെയാണ്. ഇപ്പോഴിതാ ആ ഓഹരി കൈമാറ്റത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന മുഖ്യമന്ത്രിയെയും UDF സർക്കാരിനെയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഷെയറാണ് MSC എന്ന കപ്പൽ കമ്പനിക്ക് വിറ്റത്. ഈ കമ്പനിക്ക് അത് വിറ്റപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിവരം അറിഞ്ഞ് ആ സമയം മുതൽ തന്നെ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അങ്ങ് വെറുതെ ഉന്നയിക്കുകയല്ല, കൃത്യമായ കാര്യകാരണ സഹിതമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. ആ ഒരു പ്രതിഷേധത്തിന്റെ പല തലങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചു. തോമസ് ഐസക്, MV ഗോവിന്ദൻ മാസ്റ്റർ എല്ലാവരും തന്നെ കൃത്യമായി ഇതിന്റെ പിന്നിൽ നടന്ന ചട്ടലംഘനത്തെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൈമാറ്റം നടന്നപ്പോൾ അത് കേരളത്തിന് ഇത്രയധികം ഗുരുതരമാകുന്നത് തുടങ്ങിയ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഭാവിക്ക് എത്രത്തോളം ദോഷം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ എടുത്തു പറയുകയുണ്ടായി. അതിന് പിറകെ നോക്കുകയാണെങ്കിൽ ഈ പ്രതിഷേധം ത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനുശേഷം കോൺഗ്രസിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നും അടക്കം പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു. കൃത്യമായ അതൃപ്തി വളരെ ശക്തമായി തന്നെ ഇന്നലെ KC വേണുഗോപാൽ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അതിനെല്ലാം ശേഷം ഇന്നലെ ഏതാണ്ടൊരു വൈകുന്നേരത്തോടെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു കുറിപ്പ് ഇറങ്ങുകയാണ്. എന്താണ് ആ കുറിപ്പ്? ഈ അദാനി കമ്പനിയെ അതൃപ്തി അറിയിക്കുന്നു എന്നൊരു കുറിപ്പ് മുഖ്യമന്ത്രി അറിയിക്കുന്നു. അങ്ങനൊരു കുറിപ്പിൽ ഒതുങ്ങുന്ന പ്രശ്നമാണോ ഇവിടെ ഉണ്ടായത് എന്നൊരു ചോദ്യം ഇന്നിപ്പോൾ ഈ ദിവസം വളരെ വലിയ തരത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ ആദ്യം പോകുന്നത് ആ വാർത്തയിലേക്ക് തന്നെയാണ്. കമലേഷ് തെക്കേക്കാട് തയ്യാറായിട്ടുണ്ട് നമ്മളോടൊപ്പം വിശദാംശങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ. കമലേഷ്, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വളരെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന വേളയിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്നു. ഏറ്റവും ഒടുവിൽ KC വേണുഗോപാൽ പ്രതികരിക്കുന്നു. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അത്രയൊക്കെ പ്രശ്നങ്ങൾ പുറത്തു നടക്കുമ്പോഴും ഒരു ചെറിയ കുറിപ്പ്, ഒരു പ്രതിഷേധ കുറിപ്പ്, അല്ലെങ്കിൽ ഒരു അതൃപ്തി അറിയിക്കുന്നു എന്നൊരു കുറിപ്പിൽ കാര്യങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സിന്ദൂരി. അതായത് സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി, അത് അദാനിയുടെ ഓഹരി, അതിന്റെ 49% MSC എന്ന കുത്തക ഭീമൻ കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട, അതിന്റെ ഷെയർ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സജീവമായി നിൽക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനാണ്. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട, അതായത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട നേരത്തെ വിവിധങ്ങളായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നതെങ്കിൽ നിലവിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതിരോധത്തിലായി നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ വിഷയം, അതായത് അദാനി അവരുടെ ഷെയറുകൾ 49% ഒരു കുത്തക ഭീമൻ കമ്പനിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത് നിലവിലുള്ള കരാറിന്റെ ലംഘനമാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. അത് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമെല്ലാം പ്രതിപക്ഷം ആ നിലയിൽ തന്നെ അതിന്റെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നേരത്തെ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തങ്ങൾ സർക്കാരിനെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയിച്ചിട്ടില്ല, സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് അദാനി ഇത്തരത്തിൽ ഷെയറുകൾ വിൽക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത് എന്നതാണ്. പക്ഷേ അദാനി പോർട്സ് ലിമിറ്റഡ് പറയുന്നത് മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. സ്വാഭാവികമായും അതിനകത്ത് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇക്കാര്യം മറച്ചു വെച്ചത് എന്നുള്ളതാണ്. ഇത് കേവലമായ ഒരു കമ്പനി, അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയറുകൾ മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വിഷയമാണ്. ഒരു തുറമുഖം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വ്യാവസായിക, സാമ്പത്തിക, വാണിജ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതോടൊപ്പം രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ് തുറമുഖം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരമൊരു തുറമുഖത്തിലേക്ക് അതിൻ്റെ ഭൂരിഭാഗം ഷെയറുകളും വാങ്ങിക്കൊണ്ട് ഒരു വിദേശ കുത്തക കമ്പനി വരുമ്പോൾ അത് എത്രത്തോളം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ ഷെയറുകൾ വിൽക്കുന്ന ഒരു നടപടിയിലേക്ക് അദാനിക്ക് പോകണമെങ്കിൽ, അതിൽ 20% കൂടുതൽ ഷെയറുകൾ വിൽക്കണമെങ്കിൽ അതിന്
സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി അനിവാര്യമാണ്. പക്ഷേ അത്തരത്തിൽ അനുമതി വാങ്ങാതെ അത് വിൽക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് അനുമതിക്ക് വേണ്ടിയുള്ളൊരു ഒരു കത്ത് സർക്കാരിന് നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ഇക്കാര്യം അദാനി പോർട്സ് അറിയിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് ഒളിച്ചുവെച്ചു എന്ന ചോദ്യമാണ്. സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഇത്ര വലിയ ഒരു തീരുമാനത്തിലേക്ക്, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ ഭരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്താൻ അദാനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിലേറി 1 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ എങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ ആരുടെ ധൈര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് അദാനി തയ്യാറായിട്ടുള്ളത് എന്നതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മംഗലാപുരത്തുള്ള ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക്. നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ ആ ചോദ്യത്തിന്റെ പ്രതികരണം നമുക്ക് അതൊന്ന് കേട്ടിട്ട് കമലേഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ, ഇപ്പോൾ കമലേഷ് നമ്മളോട് സൂചിപ്പിച്ച അതേ വിഷയത്തിൽ ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം, അതിനുശേഷം കമലേഷിലേക്ക് പോകാം. കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അദാനി പോർട്ടിൻ്റെ അധികൃതർ സർക്കാരിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? അതെ, നമുക്ക് കമലേഷിലേക്ക് തന്നെ പോകാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കമലേഷ് നോക്കൂ, പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഇന്നലെ പല ആവർത്തി പറയുകയുണ്ടായി. ഒപ്പം അദ്ദേഹം ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ അദാനി കമ്പനി പറയുന്നു തങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു, സമയാസമയങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്, തങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യം മറച്ചു വെച്ചത് എന്ന് ഗുരുതരമായ പ്രശ്നത്തെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി എടുത്തൊരു ഇരട്ടത്താപ്പിന്റെ നയമല്ലേ? അദാനിക്ക് വേണ്ടി എടുത്തൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചതല്ലേ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത്? സിന്ധൂരി, ന്യായമായും ആ നിലയിൽ തന്നെയാണ് പ്രതിപക്ഷവും ഒരു സംശയം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് ഇത് ഒളിച്ചു വെച്ചു? വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അദാനി ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടി അത് ഒളിച്ചു വെച്ചു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും എങ്ങനെ അദാനിക്ക് ഇത്തരത്തിലൊരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം, അവരുടെ ഷെയർ 49% വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടി എന്ന ചോദ്യവും പ്രസക്തമാണ്. ആരുടെ ധൈര്യത്തിലാണ് അത്തരമൊരു നീക്കം ഈ UDF സർക്കാർ, മുഖ്യമന്ത്രിയായി VD സതീശൻ വന്നതിന് ശേഷം അത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടത് മംഗലാപുരത്ത് മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചില സന്ദർശനങ്ങളുണ്ട്. അതിൽ അദാനി പോർട്ടിന്റെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ യോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു കൂടിക്കാഴ്ച, അത് വളരെ രഹസ്യമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്. മാധ്യമങ്ങൾ പിന്നീട് അത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു രഹസ്യ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന ചോദ്യം കൂടി പ്രസക്തമായി വരുന്നുണ്ട്. അത് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം പാർട്ടിക്കകത്തെയും സ്വന്തം മുന്നണിക്കകത്തെയും, അതായത് കോൺഗ്രസിനകത്തെ തന്നെ ഒരു വിഭാഗം വലിയ അതൃപ്തിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വിമർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം, അതായത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും മുഖ്യമന്ത്രി VD സതീശൻ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ വലിയ ഒരു വിമർശനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഇനി എന്ത് നിയമ നടപടിയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്, അതുവഴി രാജ്യത്തിന് തന്നെ അതിൻ്റെ വ്യാവസായിക വാണിജ്യ മേഖലയ്ക്ക് വലിയ കുതിപ്പിന് ഉതകുന്ന നിലയിലാണ് അതിൻ്റെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ഒരു മൾട്ടി ഓപ്പറേറ്റർ തുറമുഖം എന്ന നിലയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിദേശ കുത്തക കമ്പനിക്ക് അതിന് കുത്തകയാക്കി വെക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഭൂരിഭാഗം ഷെയറുകളും ഒരു കമ്പനിക്ക് നൽകുക വഴി അത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അധോഗതിക്ക് കാരണമാകുമെന്നുള്ളതാണ്. ഭൂരിഭാഗം ഷെയറുകളും സ്വന്തമാക്കിയ MSC എന്ന കമ്പനി അത് അവരുടെ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞത്ത് സജീവമാക്കി കൊണ്ടുപോകുമ്പോൾ മറ്റ് ചരക്ക് കമ്പനികളെല്ലാം തന്നെ, മറ്റ് കപ്പൽ കമ്പനികളെല്ലാം തന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു മടി കാണിക്കും, ഇതുമായി സഹകരിച്ചു പോകാനുള്ള മടി കാണിക്കും. സ്വാഭാവികമായും അത്
വിഴിഞ്ഞത്തിന് വലിയ സാമ്പത്തിക നഷ്ടവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അതിന് മന്ദീഭവിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിലുള്ള വിമർശനം കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന വിമർശനം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനകത്തെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനു മറച്ചു വെച്ചു എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ നടപടികൾ എല്ലാം വന്നതിന് ശേഷം സർക്കാർ എന്ത് നിയമ നടപടിയാണ് ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടി ഇനി അറിയാനുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ വിമർശനമായി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. സിന്ധൂരി.